ഉമ്മേസ് കുക്കിംഗ് ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയിലത്തെ ചിക്കൻ വെച്ചിട്ടുള്ളൊരു അടിപൊളി ചമ്മന്തിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ചിക്കന് എല്ലൊക്കെ കളഞ്ഞിട്ട് പിച്ച് റെഡിയാക്കാം. നമ്മൾ ചിക്കനൊക്കെ എല്ലൊക്കെ കളഞ്ഞ് പിച്ചെടുത്ത് റെഡിയാക്കി. നമുക്ക് ഇതിലേക്കൊരു ചെരുവയും കൂടി ഉണ്ട്, അത് തയ്യാറാക്കാം. ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ അടുപ്പത്ത് പാൻ വെച്ചു. പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ, കൂടുതൽ വയ്ക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ചൂടായി വരട്ടെ. ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് 4 പച്ചമുളക്, മുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, 2 വെളുത്തുള്ളി അല്ലി, കുറച്ച് ചെറിയ ഉള്ളി. നമ്മൾ നല്ല തേങ്ങ വറുക്കണ്ട, ജസ്റ്റ് ഒന്ന് ആയാൽ മതി. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് കൊണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും, എന്നാലും ഞാനിടുന്ന ഓരോ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നമ്മൾ തേങ്ങ നല്ല വാടണ്ട, ഇങ്ങനെ വാടിയാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ തേങ്ങ ഇഞ്ഞ് ചൂടാറി വരട്ടെ, എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്ക് ഈ ചിക്കന് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ക്രഷ് ചെയ്തെടുത്തു. നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും ഉള്ളിയും പച്ചമുളകൊക്കെ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ചിക്കന് അടിച്ചെടുത്ത് മിക്സിയിൽ തന്നെ ഇട്ട് കൊടുക്കണേ, മിക്സിയുടെ ജാറിൽ. നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിൽ ഉണ്ടാവുമല്ലോ ഉപ്പ്, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ അരച്ചെടുത്തു. തേങ്ങ നല്ല അരഞ്ഞു പോകണ്ട, ചമ്മന്തിക്കുള്ള പാകത്തിന് അരച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ചിക്കന് ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനും തേങ്ങയും മുളകും ചിക്കൻ ചമ്മന്തി റെഡി. ഇനി നമ്മൾ നല്ല കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, നല്ല കുഴച്ചെടുക്കണം. നമ്മൾ ചമ്മന്തി നല്ല മിക്സാക്കി നമുക്കിങ്ങനെ ഉരുളകളാക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചിക്കൻ ചമ്മന്തി റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അടുത്ത രൂപമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.